വയനാട് ദുരന്തത്തിൽ സർക്കാരിന്റെ എസ്റ്റിമേറ്റ് കണക്ക് മനുഷ്യത്വരഹിതമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം കണക്ക് പുറത്തുവിടുന്നത് ശരിയല്ല. കാർഗിൽ ശവപ്പെട്ടി കുംഭകോണത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. പുറത്തുവന്ന കണക്കിനെ കുറിച്ച് എന്താണെന്നും പറയാത്തെന്നും തിരുവഞ്ചൂർ ചോദിച്ചു. മനുഷ്യത്വരഹിതമായി പോയി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെലവുകളെക്കുറിച്ചാണ് ഈ കണക്കെഴുതിയത് എന്നാണ് ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനെയാണ് മുഖ്യമന്ത്രി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. ശവടക്കം കഴിഞ്ഞ കാര്യത്തിന് പിന്നെ എന്ത് എക്സ്പെക്റ്റേഷൻ? പിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അടക്കം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ചിലവെന്ത് എന്ന് ഗവൺമെൻറ് അറിയണ്ടേ? അറിയുമല്ലോ. അത് ഞങ്ങൾ പ്രതീക്ഷിത ചിലവുകളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഓൾറെഡി ഈ അടക്കമൊക്കെ കഴിഞ്ഞല്ലോ. പിന്നീട് എന്തിനാണ് അതിനു വേണ്ടി ഒരു കള്ളക്കണക്കെഴുതാനായിട്ട് ശ്രമിച്ചത്? വളരെ തെറ്റായിപ്പോയി. സത്യം പറഞ്ഞാൽ ശവക്കുഴിക്ക് പോലും വില പറയുന്ന ഒരു കാലം കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പണ്ടൊരു കാലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിലെ ഇവിടെ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്ന് ശവപ്പെട്ടിയുടെ കാർഗിൽ യുദ്ധസമയത്ത് ശവപ്പെട്ടിക്ക് കമ്മീഷൻ മേടിച്ചോ എന്ന് ചോദിച്ച് ഇവിടെ വലിയ ചർച്ചയുണ്ടായിരുന്നു. ആ മന്ത്രി രാജിവെക്കണമെന്നുള്ളതാണ് അന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത്. ഈ കണക്കെഴുതിയപ്പോൾ ആരാ രാജിവെക്കേണ്ടത്? എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? ഇതെല്ലാം ഒരേ അളവുപോലല്ലേ? ഈ ദുരന്തത്തിൽ കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒരുപോലെ പൊട്ടിക്കരഞ്ഞതല്ലേ? വേദനയിലും ദുഃഖത്തിലും ഇരുന്ന ജനങ്ങളാണ് അവരുടെ കയ്യിലെ സർവസ്വവും കൊടുത്തതും. എല്ലാ ആളുകളും അതിനുവേണ്ടി സംഭാവന കൊടുത്തത്. മാത്രമല്ല CNDRFിലോട്ട് പണം മാത്രം അയച്ചാൽ മതി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പണം മാത്രം അയച്ചാൽ മതി എന്ന് വരികില്ല, പണത്തിൻ്റെ പ്രോപ്പർ അക്കൗണ്ടിങ്ങും നടക്കട്ടെ. കള്ളക്കണക്കാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.